വി.ഡി. സതീശൻ സർക്കാരിന്റെ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തി ബി.ജെ.പി. നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും അവസരത്തിലും അനവസരത്തിലും വിസ്മയം വരുമെന്ന് മുഖ്യമന്ത്രി പറയുന്നതല്ലാതെ വന്നിട്ടില്ല. വാചക കസർത്തുകളുടെയും വമ്പൻ പ്രഖ്യാപനങ്ങളുടെയും പൊള്ളത്തരം വ്യക്തമായ 100 ദിനങ്ങളാണ് കടന്നുപോയത്. 100 ദിവസം കൊണ്ട് 10,000 കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത്. ഒരു ദിവസം 100 കോടി രൂപ കടമെടുക്കുന്ന സർക്കാർ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഭാവനാപൂർണമായ യാതൊരു നടപടികളും നടപ്പാക്കിയിട്ടില്ലെന്നും ബി ഗോപകുമാർ കുറ്റപ്പെടുത്തി. മുൻ സർക്കാരുകളുടെ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണ് ഈ സർക്കാർ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി കൂടുതൽ ദയനീയമായ അവസ്ഥയിലാണ്. ഇടതുപക്ഷക്കാർ പോലും വെറുത്തുപോയ പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയായി തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരിനെയും നിഷ്പക്ഷമതികൾ കാണുന്നത്. PSC നിയമനങ്ങൾ നടത്താതെ ചെറുപ്പക്കാരെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. ആദ്യ 100 ദിവസത്തിൽ PSC റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കാനും പിൻവാതിൽ നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ ശ്രമിച്ചത്. സമരങ്ങളോടുള്ള സമീപനത്തിൽ പിണറായി വിജയന്റെ നേരനിയനാണ് വി.ഡി. സതീശൻ. പിണറായി ചിരിക്കാതെ ചെയ്തിരുന്ന നിഷേധ സമീപനം സതീശൻ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു. അത്രയും വ്യത്യാസമേയുള്ളൂ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് സർക്കാർ. വിഹിതം അടച്ചിട്ടും പ്രവാസി പെൻഷനും ക്ഷേമനിധി പെൻഷനും നൽകിയിട്ടില്ല. ഇവരുടെ മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകിയിട്ടില്ല. മന്ത്രിമാർ അറിയാതെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്ന സാഹചര്യം പലതവണയുണ്ടായി. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. മന്ത്രിസഭയ്ക്ക് പുറത്ത് ചില രഹസ്യ കേന്ദ്രങ്ങളിൽ എടുക്കുന്ന തീരുമാനം മുഖ്യമന്ത്രി നടപ്പാക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഗോപകുമാർ ആരോപിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനകരമായ PM ശ്രീ പോലുള്ള പദ്ധതികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെയും തീവ്ര മതശക്തികളുടെയും ഭീഷണിയാണ്. നിരാശയും ആശങ്കയും മാത്രമാണ് സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ബാക്കിയാവുന്നത്. വിഴിഞ്ഞം പദ്ധതി അടക്കം കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിപുലീകരിക്കാൻ യാതൊന്നും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന വികസന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാനോ സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഫണ്ടും പദ്ധതികളും കൃത്യമായി വിനിയോഗിച്ച് തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിൽ സതീശൻ സർക്കാർ പരാജയപ്പെട്ടു. കേരളത്തിൽ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നു. പോലീസിനെയും സർക്കാർ വകുപ്പുകളെയും പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചാൽ ഭരണസ്തംഭനത്തിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. PR ഏജൻസികളുടെ പരസ്യങ്ങളിലൂടെയല്ല, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഭരണത്തിന്റെ വിജയം അളക്കേണ്ടത്. പരാജയപ്പെട്ട ഈ 100 ദിവസത്തെ ഭരണം കേരളത്തെ കൂടുതൽ ഇരുട്ടിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബി ഗോപകുമാർ വിലയിരുത്തുന്നു.